ബർക്കത്തിന്റെ ഇന്റർവ്യൂ നമ്മളെല്ലാവരും കണ്ടിരുന്ന ഒരു സംഗതിയാണ്. അതിനകത്ത് ഭാവനയുടെ ഭാഷ പോലും ഭയങ്കര ബോൾഡ് എന്നല്ല കേട്ടോ ആ വാക്കിൻ്റെ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ആത്മബോധത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു സംസാരമായിരുന്നു ഭാവന നടത്തിയത്. നമ്മളൊരു വലിയ പോരാട്ടത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നൊരു റിയലൈസേഷൻ ഉണ്ടല്ലോ. എന്ന് മാത്രമല്ല, ആ കോടതി മുറിക്കകത്തെ 15 ദിവസങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടത് എന്നും പറഞ്ഞു. അത് നമ്മുടെ ഒരു സിസ്റ്റത്തിന് നേർക്കുള്ള നമ്മുടെ ഇപ്പം നിലനിൽക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് നേരെയുള്ള വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത് പുറത്ത് നിൽക്കുന്ന ആളുകളുടെ ഉള്ളിലൊക്കെ കൊണ്ടിട്ടുള്ള ഒരു സംഗതി. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആ ഒറ്റപ്പെടൽ കോടതി മുറിക്കുള്ളിൽ അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു ആളെ സംബന്ധിച്ച് ഭയങ്കര പത്തറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരികയും ഞാൻ ഇതാ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയാനുള്ളൊരു കറേജ് ഉണ്ടല്ലോ, അത് എന്തായിരുന്നു അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? അങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടായിരുന്നു? അങ്ങനെ ഇപ്പൊ എവിടുന്ന കറേജ് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊന്നും ഉത്തരമില്ല. എന്റെ ലൈഫ് എന്നെ അങ്ങനെ കൊണ്ടുപോയതാണ്. കാരണം എനിക്ക് അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമായിരുന്നില്ല. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടൊരു കാര്യം എൻ്റെ ലൈഫിലുണ്ടായി. അത് ഞാൻ അപ്പം തന്നെ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തു. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് വരെ ഞാൻ കേൾക്കേണ്ടി വന്നു. സോ അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര, ഒരാൾക്കും ഇതൊന്നും ഉണ്ടാവരുത്. അതായത് നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ എഴുന്നേക്കാൻ നോക്കുമ്പോൾ പിന്നെയും അടിച്ച് താഴെ ഇടുകയാണ്. അത് ഭയങ്കര ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഇപ്പം എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് ഒരാൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങളത് ഓക്കെ ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ അറിയില്ല. അത് ഓരോരുത്തരുടെ ലൈഫിലും എനിക്ക് തോന്നുന്നു അവർ ഓരോരുത്തർ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ തനിയെ പഠിക്കുന്നതാണ്. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. അല്ലാതെ ഞാൻ ഇനി കോടതിയിൽ പോലും എനിക്ക് വേറെ നിങ്ങൾ പൊക്കോളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, എനിക്ക് മാത്രമല്ല ലോകത്ത് ഇൻജസ്റ്റിസ് നടക്കുന്നത്, എനിക്ക് മാത്രമല്ല ട്രാജഡി നടക്കുന്നത്. ഇവിടെ ജീവിക്കുന്ന എൻ്റെ അടുത്ത് അജിത് സർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. 30 വയസ്സ് വരെ ഉള്ള ജീവിതം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. 30 വയസ്സ് കഴിഞ്ഞാൽ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഇത് എന്ത് ലൈഫാണെന്ന് നമുക്ക് ചിന്തിക്കുന്ന ഒരു ഏജ് ആയിരിക്കും 30 തൊട്ടിട്ട് എന്ന് എൻ്റെ അടുത്ത് അജിത് സർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ആണ്. പക്ഷെ നമ്മൾ 20s നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും, ടീനേജിൽ പ്രോബ്ലം. പക്ഷെ അതൊക്കെ മേ ബി ഒരു പ്രേമം നടന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ അതൊക്കെ ആയിരിക്കും. ഇപ്പൊ എനിക്കറിയാം, പണ്ട് ഈ പറഞ്ഞ പോലെ ഒരു വട്ടം കൂടിയൻ മറ്റേ വിദ്യാലയത്തിൽ പോവാന്നൊക്കെ പറഞ്ഞൊരു പാട്ടല്ലേ അത്. ആ സമയത്ത് ഞാനിത് കേൾക്കുമ്പോൾ എനിക്ക് ഇതാരാണ് ഈ മനുഷ്യൻ സ്കൂളിലേക്ക് പോകാൻ പിന്നെ ആഗ്രഹിക്കുന്ന ആള്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രാന്താണ് അങ്ങേർക്ക് പിന്നെ സ്കൂളിൽ പോയ ഒരു വട്ടം കൂടി പോയി പഠിക്കാൻ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കും, ഞാൻ കേടുന്നൊക്കെ സ്കൂളിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ എന്റെ അമ്മോ എന്നൊക്കെ. പക്ഷെ ഇപ്പൊ അതെനിക്കറിയാം, ഇതുകൊണ്ടാണ് സ്കൂള് മതി എന്ന് പറയുന്നത്. ശരിയാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ അന്നത്തെ പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോൾ വലുതായിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ ഒന്നും ആയിരുന്നില്ല. നമ്മൾ റിയലൈസ് ചെയ്യുന്ന സംഭവം ശരിക്കും സ്കൂൾ ഡേയ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ലൈഫിൽ ഓരോ കാര്യങ്ങളും, ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതായിക്കോട്ടെ, ബാക്ക് ടു ബാക്ക് ഓരോ പ്രോബ്ലംസും. ഞാൻ വരും, ദൈവമേ, നമുക്കൊരു പേടി വരും ജീവിക്കാൻ. നാളെ എന്താ, ഇനി അത് കഴിഞ്ഞെന്താ, ഇതുകൂടി കഴിഞ്ഞോ, അതോ ഇനി എനിക്ക് വല്ലതും ഉണ്ടോ, അത് ഇനിയും നമ്മൾ പ്രശ്നം ഫേസ് ചെയ്യണോ, ഇല്ലെങ്കിൽ ഞാൻ ഓക്കെ ആയിരിക്കും. ഈ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, ഒരു ഓൺ ആൻഡ് ഓഫ് ആവുന്ന ഒരു ഗ്രാഫ്. ഒന്ന് ഓക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംഭവിക്കും, നമ്മൾ പിന്നെയും ഇതെന്താ ഇങ്ങനെ. അപ്പോൾ നമ്മളൊരു ഈസി എക്സിറ്റിനെ പറ്റി നമ്മൾ ആലോചിക്കും. എന്തിനാ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണേ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മുടെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ്, നമ്മുടെ ഫാമിലി, ഇതൊക്കെ നമ്മളപ്പോൾ ആലോചിക്കും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരുടെ ലൈഫിലും ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസിൽ ലൈഫ് കൊണ്ടെത്തിക്കും. അത് ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ആയി, വേറൊരാൾക്ക് ചിലപ്പോൾ വേറെ. ഇപ്പം കോടതിയിൽ കാര്യം പറഞ്ഞു, ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഇപ്പം എനിക്ക് ഇത്രയും ഒരു എക്സ്പോഷർ ഉണ്ട്, എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ പറയാം, എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറയാം, അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ട് എൻ്റെ ഫിയാൻസിൻ്റെ അടുത്ത് പറയാം. കാരണം എൻ്റെ ഉറപ്പ് ഇവർക്ക് എന്നെ പറ്റി അറിയാം, എനിക്കിത് പറയാം എന്നാണ്. പക്ഷെ സ്വന്തം അമ്മയോട് അച്ഛനോട് പോലും പറയാൻ പറ്റാത്ത എത്രയോ കുട്ടികളുണ്ട് ഇവിടെ. അവർക്കത് പറയാൻ പറ്റാത്ത. സോ അവരെയാണ് ശരിക്കും എനിക്ക് ആലോചിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിക്കാറ്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഓഫ് കോഴ്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഞാൻ ആലോചിക്കുന്നു, എനിക്കിങ്ങനെ പറയാൻ പറ്റിയല്ലോ, ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഞാൻ ചോദിക്കും. പക്ഷെ ഇതിന് പറ്റാത്ത എത്രയോ
കുട്ടികൾ എത്രയോ പേര് ഉണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഇത് പുറത്ത് വന്നുകൊണ്ടാണല്ലോ എല്ലാവരും ഞാനിങ്ങനെ ചെയ്തു, ബോൾഡാണ്, അതാണ് ഇതാണ് എന്ന് പറയുന്നത്. പക്ഷെ അവിടേക്ക് എത്തിപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ പറ്റാത്ത എത്രയോ പേരുണ്ട്. ഉറപ്പായിട്ടും. അപ്പൊ അതാണ് നമ്മൾ നോക്കണ്ടേ. അവർക്ക് വേണ്ടിയും കൂടിയാണെന്നുള്ളതാണ്. പിന്നെ അവരുടെയൊക്കെ ഒരു പ്രചോദനവും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. സോ എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഡെഫിനറ്റ്ലി എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി പറയാണ്, വേണ്ട വേണ്ട ഇതൊന്നും പറയരുത്, വേണ്ട പുറത്ത് പറയണ്ട, അതെന്തായിക്കോട്ടെ, അത് നിന്റെ വിധി, നീ അങ്ങനെയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. അതല്ലാതെ എനിക്കൊരു ഭൂരിപക്ഷം സ്ത്രീകളും അങ്ങനെയാണ് ആക്ച്വലി, ഒന്നും വിടാൻ പറ്റാതെ. അതെ, അപ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് ഉണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും ഒക്കെ അതുകൂടി കൊണ്ടാണ്. അല്ലാതെ എനിക്ക് പെട്ടെന്നൊരു ദിവസം കുറേ കറേജ് കിട്ടി, ഓക്കെ ഞാൻ ഇന്നോട്ട് ഭയങ്കര കറേജ് ആയിരിക്കും, ഞാൻ ഭയങ്കര എംപവേർഡ് ആയിരിക്കും, അതൊന്നുമല്ല. ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്. എനിക്കും ഭയങ്കര ഷാറ്റേർഡ് ആയിട്ട് പോകുന്ന, ഭയങ്കര മെൻ്റൽ ബ്രേക്ക് ഡൗൺ വരുന്ന, ഭയങ്കര പ്രശ്നങ്ങൾ വരുന്ന ദിവസങ്ങളുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ ഓവർകം ചെയ്തേ പറ്റൂ, അത്രേ ഉള്ളൂ.